വീണ്ടും കണ്ണൂർ സർവകലാശാല അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വീണ്ടും സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. SFI പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷമാണ്. നേരത്തെ MSF UECയുടെ ബാഗ് തട്ടിപ്പറിച്ചുകൊണ്ട് SFI പ്രവർത്തകർ ഓടിയെന്ന് പറഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് വലിയ സംഘർഷം അവിടെ ഉണ്ടായിരുന്നു. വീണ്ടും പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്ന സ്ഥിതിയാണ്. ഫെലിക്സ് പുളിക്കൽ വിവരങ്ങളുമായിട്ടുണ്ട്. ഫെലിക്സ്, എന്താണ് ആദ്യം ഫെലിക്സ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ സ്ഥിതി ശാന്തമെന്ന് പറഞ്ഞിരുന്നത്, വീണ്ടും ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോകാൻ കാരണം എന്താണ്? ആരാണ് പ്രകോപനം ഉണ്ടാക്കുന്നത്? കല്ലെടുത്തെറിയാണല്ലോ. ഫെലിക്സ് സൂക്ഷിക്കണം. വലിയ സംഘർഷമാണ്, വലിയ സംഘർഷം നടക്കുന്നു. ഒരു വശത്ത് MSF പ്രവർത്തകർ, മറുവശത്ത് KSU പ്രവർത്തകർ. പോലീസിന് പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ആ രീതിയിലാണ് സംഘർഷം കണ്ണൂർ സർവകലാശാല ക്യാമ്പസിനുള്ളിൽ ഇപ്പോൾ നടക്കുന്നത്. പ്രത്യേകിച്ചും ഈ MSF പ്രവർത്തകർ ഒരു വാഹനത്തിലാണ് കാസർഗോഡ് നിന്നും എത്തിയത്. ആ വാഹനത്തിന് മുന്നിൽ വെച്ച് വലിയ നടന്നു. നിരവധി കാറുകൾ ഈ കല്ലേറിലടക്കം തകരുകയും ചെയ്തു. വലിയ സംഘർഷം, പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന സംഘർഷമാണ് ഉണ്ടായത്. ഇപ്പോഴും MSF പ്രവർത്തകർ ഈ വാഹനത്തിന് മുൻപിലുണ്ട്. വാഹനത്തിലെ ഡ്രൈവറെ അടക്കം SFI പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുകയാണ്. വലിയ സംഘർഷം നടക്കുന്നു. അതായത് SFI MSF പ്രവർത്തകർ തമ്മിൽ വലിയ സംഘർഷമാണ് ഇപ്പോൾ നടക്കുന്നത്. പോലീസിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം അതിഭീകരമായ സംഘർഷം നടക്കുന്നു. കല്ലും കമ്പും വലിച്ചെറിയുകയാണ് പ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടും. MSF പ്രവർത്തകർ വന്ന വാഹനമാണ്. ആ വാഹനം തുറക്കാനുള്ള ശ്രമം SFI പ്രവർത്തകർ റിങ്ങില്ല. ആ വാഹനം, അതായത് MSF പ്രവർത്തകർ വന്ന ഫെലിക്സ്, എന്താണ് ഇവരുടെ പ്രശ്നം? എന്താണ് ഇപ്പോ ഈ ബസ് വന്നതാണോ, വിദ്യാർത്ഥികൾ വന്നതാണോ, എന്താണ് ഇഷ്യൂ? പ്രധാനപ്പെട്ട കാര്യം, ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ SFIക്കും റഹി ആധിപത്യമുള്ള യൂണിയനാണ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇത്തവണ കാസർഗോഡ് MSFനും KSUവിനും യൂണിയൻ അംഗങ്ങൾ MSF KSU ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വാഹനത്തിലെത്തിയ, അതായത് കാസർഗോഡ് ജില്ലയിൽ നിന്നുമുള്ള MSFന്റെ UUCമാർ എത്തിയ വാഹനമാണ് SFI പ്രവർത്തകർ തടയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. പക്ഷേ പോലീസിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. നിരവധി പ്രവർത്തകർക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തകർക്ക് മർദ്ദനം ഏറ്റിട്ടുണ്ട്. കൂടുതലും SFI പ്രവർത്തകർ വളരെ രോഷത്തോടു കൂടിയാണ് പ്രതികരിക്കുന്നത്. വാഹനം തടയുക, വാഹനത്തിനുള്ളിൽ നിന്നും MSFന്റെ പ്രവർത്തകരെ പുറത്തേക്ക് ഇറക്കി ആക്രമിക്കാൻ ശ്രമിക്കുക, അങ്ങനെ പ്രശ്നമൊന്നുമല്ലല്ലോ. എല്ലാവർക്കും ജനാധിപത്യപരമായ നിലയിൽ നടക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പല്ലേ? എന്താണ് റിയൽ ഇഷ്യൂ? എന്താണ് അവിടെ? ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതാണോ, അതോ മത്സരിക്കാൻ എതിരാളികൾ വന്നതാണോ പ്രശ്നം, അതോ ഈ പട്ടികയിൽ ഇല്ലാത്ത ആളുകൾ അവിടെ വന്നതാണോ പ്രശ്നം? ആർക്കാ ശരി ഇഷ്യൂ? എന്താണ് അവിടെ? ദിവേഷ്, അങ്ങനെ തെരഞ്ഞെടുപ്പ് സുഗമമായി നടന്നാൽ ആരൊക്കെ ജയിക്കും ആരൊക്കെ തോക്കും എന്ന ആശങ്ക പലർക്കും ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നു. മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും ഇല്ല. അതായത് ഈ മത്സരം യഥാർത്ഥത്തിൽ നടന്നാൽ ഇതിൻ്റെ അകത്ത് അതായത് ആര് വിജയിക്കും, യഥാർത്ഥത്തിൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കൂടി അട്ടിമറിക്കുക ലക്ഷ്യം വെക്കുന്നുണ്ടോ എന്നറിയില്ല. കാരണം ആ രീതിയിലാണ് അക്രമം
നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു പ്രശ്നവുമില്ല. ശരിക്കും അതായത് കള്ളവോട്ടെന്ന ആരോപണമോ പുറത്തുനിന്ന് മറ്റാരെങ്കിലും വന്ന് വോട്ട് ചെയ്യുന്ന ഒരു ആരോപണമോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ നേരത്തെ MSFന്റെ UUCയുടെ കയ്യിൽ പാസ് വിദ്യാർത്ഥി നേതാവ് എന്താണ് പറയുന്നത് ഫിലിക്സ് കേൾക്കാൻ പറ്റുമോ? വീണ്ടും പോലീസിനെ ആക്രമിക്കുകയാണ്. ഇവിടെ പോലീസിനെ SFI പ്രവർത്തകർ ചേർന്ന് ഒരു പോലീസിനെ ആക്രമിക്കാൻ നോക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. അതായത് ഈ സമാധാനം, അതായത് SFIയുടെ ഭാഗത്തു നിന്ന് വലിയ സമാധാനം, KSUവിന്റെ ഭാഗത്ത് MSFന്റെ ഭാഗത്ത് ആരും സമാധാനത്തിന് തയ്യാറല്ല. എന്തായാലും ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം അങ്ങനെ ചോദിച്ചാൽ പോലീസ് ഏകപക്ഷീയമായി പെരുമാറുന്നു എന്നതാണ്. സർവകലാശാലയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിൽ എല്ലാവർക്കും മത്സരിക്കാനുള്ള അർഹതയും അധികാരവും ഉണ്ട്. അതിനനുസരിച്ച് ജനാധിപത്യമായ നിലയിൽ മത്സരം നടത്തുക, അതിൽ ജയിക്കുന്നവർ അതിനനുസരിച്ച് ചുമതലകൾ നിർവഹിക്കുക എന്നതല്ലാതെ ഇത് കുറച്ചുപേർ മത്സരിക്കാൻ വരുമ്പോൾ അതിനെതിരെ പ്രതിഷേധമായി മാറുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ മാത്രം ജയിച്ചാൽ മതി എന്ന നിലപാട്. ഇത് പലരും, എല്ലാ പാർട്ടികൾക്കും ഇതൊക്കെ തന്നെയാണ്. ക്യാമ്പസുകളിൽ അവരവർ ആരൊക്കെയാണ് ശക്തിയുള്ളവർ, ഞങ്ങൾ മാത്രം ഇവിടെ മതി എന്ന നിലപാടാണ് എല്ലാ വിദ്യാർത്ഥി സംഘടനകളുമൊക്കെ പല ക്യാമ്പസുകളിലും സ്വീകരിക്കാറ്. വേറെ ആൾ കുടിവെച്ചാൽ അത് കത്തിച്ച് കളയുക, ഒടിച്ചു കളയുക, ഇതൊക്കെ നമ്മൾ സ്ഥിരം നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരു സർവകലാശാലയാണ്, വിദ്യാർത്ഥികളൊക്കെ മര്യാദയ്ക്ക് പഠിച്ച് പോകുന്ന ഒരു സ്ഥലമാണ്. അവിടെ സംഘർഷത്തിനും ഒരു മര്യാദ വേണ്ടേ എന്ന് തോന്നുന്നു. ഇതിപ്പോൾ എന്തിൻ്റെ പേരിലാണ് സംഘർഷം എന്ന് ചോദിച്ചാൽ വിദ്യാർത്ഥികൾ കൃത്യമായ ഉത്തരമുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഫെലിക്സ്, ഇവിടെ വേണ്ടത്ര പോലീസും ഇല്ലേ? വിദ്യാർത്ഥികളെ നിയന്ത്രിക്കാൻ പാകത്തിനുള്ള പോലീസും ഇല്ലേ അവിടെ? അതായത് ഒരു ഭാഗത്ത് പോലീസ് നിയന്ത്രിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് സംഘർഷം നടക്കുന്നു എന്നതാണ്. അതായത് ഒരു ഭാഗത്ത് മാത്രമല്ല, വേണ്ടത്ര പോലീസ് ഇപ്പോൾ ഈ സ്ഥലത്തില്ല. പല ഭാഗങ്ങളിൽ, യൂണിവേഴ്സിറ്റിയുടെ പല ഭാഗങ്ങളിൽ പോലീസുണ്ട്. പക്ഷേ ഈ ഭാഗത്ത് കുറച്ച് പോലീസേ ഉള്ളൂ. പ്രവർത്തകരാണ് ധാരാളം പേരുണ്ട്. പോലീസ് ഒരു വശത്തേക്ക് പോകുമ്പോൾ മറുവശത്ത് വീണ്ടും അക്രമം നടക്കുന്നു എന്നത്. ഇതിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ MSF പ്രവർത്തകർ അവര് വാഹനത്തിനുള്ളിലുണ്ട്. ആ വാഹനം SFI തടഞ്ഞിരിക്കുകയാണ്. SFI പ്രവർത്തകർ ഈ MSF പ്രവർത്തകരെ വാഹനം കടത്തിവിടുകയോ MSF പ്രവർത്തകരെ അവരുടെ ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനോ അനുവദിക്കുന്നില്ല. പുറത്തേക്ക് ഇറങ്ങുന്നവർക്കൊക്കെ മർദ്ദനമേൽക്കുന്നുണ്ട്, കല്ലേറുണ്ടാവുന്നുണ്ട്. തിരിച്ചും അതുപോലെ MSF പ്രവർത്തകരും തിരിച്ചടിക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് വിഭാഗവും തമ്മിലുള്ള വലിയ പോര് ഇപ്പോൾ നടക്കുന്നുണ്ട്. വനിതാ പ്രവർത്തകരടക്കം, MSFന്റെ വനിതാ പ്രവർത്തകരടക്കം ഈ വാഹനത്തിന് ഉള്ളിലുണ്ട്. അപ്പോൾ പുറത്താണ് ഈ സംഘർഷം ഇപ്പോൾ നടക്കുന്നത്. ഈ വാഹനത്തിന് MSF പ്രവർത്തകർ എന്തൊരു അടിയാണ് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ. വെറുതെ വലിച്ചു വാരിയിട്ട് അടിക്കുകയാണ്. ആർക്കൊക്കെ എന്തൊക്കെ ഗുരുതരമായ പരിക്കുകൾ പറ്റുമെന്ന് ഇത് കഴിയുമ്പോഴേ അറിയാൻ കഴിയൂ. ഈ അടിക്കുന്നവർക്കും കിട്ടുന്നുണ്ടാവും. ഇത് ഒരു ക്യാമ്പസിൽ നടക്കുമ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലും ഇതിൻ്റെ ക്രമം തെറ്റിച്ച് മത്സരിക്കാൻ വരുന്നു, അല്ലെങ്കിൽ അവകാശം ഇല്ലാത്ത ആൾ വോട്ട് ചെയ്യാൻ വരുന്നു, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്രമക്കേടുകൾ വന്നാലല്ലേ ഒരു തർക്കവും അതിനെ തുടർന്നൊരു സംഘർഷമൊക്കെ ഉണ്ടാകേണ്ടത്. ഇത് എന്തിൻ്റെ പേരിലാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഇത് മത്സരിക്കാൻ വേറെ ആരും ഞങ്ങൾക്കെതിരെ മത്സരിക്കേണ്ട എന്നാണ് ഒരു വിഭാഗത്തിൻ്റെ നിലപാട്. മറുഭാഗം എന്ന് പറയുന്നത് ഒരു റിയൽ ഇഷ്യൂ നമുക്ക് മനസ്സിലാവുന്നില്ല അത് കണ്ടിട്ട്. അതായത് ആർക്കാണ് ശക്തി എന്ന് കാണിച്ചു കൊടുക്കുക, എന്ന് സംഘർഷത്തെ കാണിച്ചു കൊടുക്കുക എന്ന ഒരു നയമാണ്. അതിനപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ ഒരു വിഷയവുമില്ല എന്നതാണ്.